വെൽക്കം ടു എ ന്യൂ കുക്കിംഗ് ചാനൽ ദ കാഷ്വൽ കുക്ക്. വീട്ടിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു ചിക്കൻ സൂപ്പിൻ്റെ റെസിപ്പിയാണ് നിങ്ങൾക്ക് മുന്നിൽ ഒന്ന് ഷെയർ ചെയ്യുന്നത്. ഏറ്റവും മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്കിതെങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന് നോക്കാം. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: ചിക്കൻ എല്ലോട് കൂടിയുള്ള കഷ്ണങ്ങളാണ് ഞാൻ എടുത്തിരിക്കുന്നത്, കുറച്ച് ക്യാരറ്റ് അരിഞ്ഞത്, കുറച്ച് ബീൻസ് അരിഞ്ഞത്, കുറച്ച് പെപ്പർ പൗഡർ, ഇത് കോൺഫ്ലവർ ആണ്. കോൺഫ്ലവർ പൊടി ലാസ്റ്റത്തേക്ക് മതി. ഒരു മുട്ട, മഞ്ഞയും വെള്ളയും കൂടിയാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് ബട്ടർ, പിന്നെ മാഗി ക്യൂബ് എടുത്തിട്ടുണ്ട്. നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ റെഡിലി അവൈലബിൾ ആണ്. കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ ഉപ്പ്, വെള്ളം. ഇത്രയാണ് നമുക്ക് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്. ഈ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ഒരു കുക്കറിലേക്ക് നമുക്ക് ചിക്കൻ പീസുകൾ എടുത്ത് വെച്ചിരിക്കുന്നത് ആഡ് ചെയ്യാം. 2-3 അല്ലി വെളുത്തുള്ളി എടുത്ത് വെച്ചിരിക്കുന്നത് ആഡ് ചെയ്യാം. ഞാൻ നേരത്തെ മാഗി ക്യൂബിൻ്റെ കാര്യം പറഞ്ഞിരുന്നു, അതും ഒരെണ്ണം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടി കുറച്ച് ഇതിലേക്ക് ആഡ് ചെയ്യാം. അല്പം ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. മാഗി ക്യൂബിന് ഓൾറെഡി നല്ല ഉപ്പുണ്ട്, നോക്കിയിട്ട് ആഡ് ചെയ്താൽ മതി. ഞാൻ 2 ഗ്ലാസ് വെള്ളം എടുത്ത് വെച്ചിരിക്കുന്നുണ്ട്. ഒരു 5 ആൾക്കുള്ള പ്രിപ്പറേഷനാണ് ഞാൻ കാണിക്കുന്നത്. ഈ 2 ഗ്ലാസ് വെള്ളം കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത്ര ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് കുക്കർ അടച്ച് ഇത് അടുപ്പത്തേക്ക് വെക്കാം. നമ്മുടെ ചിക്കൻ വെന്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും ബാക്കി പ്രിപ്പറേഷൻസ് നമുക്ക് നോക്കാം. ഒരു പാൻ നമുക്ക് അടുപ്പത്തേക്ക് വെക്കാം. പാൻ നന്നായി ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് കുറച്ച് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. വളരെ കുറച്ച് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ബട്ടർ ഒന്ന് മെൽട്ടായി വരട്ടെ. സമയത്തേക്ക് നമ്മൾ കുറച്ച് ബീൻസും ക്യാരറ്റും എടുത്ത് വെച്ചിരുന്നു, അത് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ബീൻസ്, കുറച്ച് ക്യാരറ്റ്, ഇതൊന്ന് നമുക്ക് ബട്ടറിൽ സോട്ട് ചെയ്തെടുക്കാം. വെജിറ്റബിൾസ് അത്യാവശ്യം സോട്ടായിട്ടുണ്ട്. കുറേ ഡീപ്പ് ഫ്രൈ പോലെ ആവണ്ട, ജസ്റ്റ് ഒന്ന് സോട്ടായാൽ മതി. നമുക്ക് തീ ഓഫ് ചെയ്യാം. നമ്മുടെ ചിക്കനും അത്യാവശ്യം വെന്തിരിക്കുന്നുണ്ട്. ഒരു 3 വിസിലോളം ഞാൻ അടുപ്പിച്ചിരുന്നു. നമുക്ക് കുക്കർ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ചിക്കൻ സ്റ്റോക്ക് നന്നായി വന്നിട്ടുണ്ട്. വെള്ളം ഇഷ്ടം പോലെ ഉണ്ട്. ഇറച്ചിയും വെന്തതായിട്ടാണ് മനസ്സിലാക്കണേ. ചിക്കൻ സ്റ്റോക്ക് നമുക്കൊന്ന് സ്ട്രെയിനറിലേക്ക് സ്ട്രെയിൻ ചെയ്തെടുക്കാം. ഇത്രയും ചിക്കൻ സ്റ്റോക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ചിക്കൻ ഇതിൽ നിന്ന് വേർതിരിച്ചെടുക്കണം, പിച്ചി എടുക്കണം. കുരുമുളകിൻ്റെ ആണ് ആ കളർ ഡിഫറൻസ് കാണുന്നത് കേട്ടോ. നേരത്തെ വേവിച്ച് വെച്ച ചിക്കനിന് ചിക്കൻ പീസ് മാത്രം നമ്മൾ ഷ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ചിക്കൻ നന്നായി തണുത്തതിന് ശേഷം അതിനുള്ളിൽ നിന്ന് പിച്ചി നമ്മൾ എടുത്തു. ശേഷം ഞാൻ മിക്സിയുടെ ചെറിയ ബ്ലെൻഡറിലിട്ട് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലുകളൊക്കെ മാറ്റിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ മിക്സ് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ ചിക്കനും നമ്മുടെ വെജിറ്റബിൾസും കൂടി ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. നേരത്തെ നമ്മൾ ചിക്കൻ വേവിച്ച സ്റ്റോക്ക് അതങ്ങനെ തന്നെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ സ്റ്റോക്ക് ആഡ് ചെയ്ത സൂപ്പ് നന്നായി ബോയിലായി തുടങ്ങി. ഈ തിളക്കണ സമയത്ത് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ഒരു മുട്ട, വെള്ളയും മഞ്ഞയും കൂടിയുള്ള മുട്ട, ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റ് ചെയ്ത് വെച്ച മുട്ട നമുക്ക് ഇതിലേക്ക് കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം.
ആഡ് ചെയ്യുമ്പോൾ തന്നെ നന്നായി ഇളക്കി കൊടുക്കാനും വിട്ടുപോകരുത്. ഇളക്കി കൊടുത്തില്ലെങ്കിൽ അതെല്ലാം കൂടി ഒറ്റ ഇത് ആയിട്ട് കിടക്കും. സ്ക്രാമ്പിൾ ചെയ്ത് പോലെയാണ് നമുക്ക് വേണ്ടത്. സൂപ്പിൻ്റെ കൺസിസ്റ്റൻസി ആണ് ഇനി അടുത്തത് നമുക്ക് നോക്കേണ്ടത്. ഇപ്പോൾ ഭയങ്കര വാട്ടറി കൺസിസ്റ്റൻസിയിലാണ് സൂപ്പ് ഇരിക്കണേ. ഇതൊന്ന് നമുക്ക് മാറ്റണം. ഞാൻ എടുത്തു വച്ചിരിക്കുന്ന കോൺഫ്ലവറിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ശേഷം നന്നായി ഇളക്കി കൊടുക്കുക. കട്ട കെട്ടാതെ നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം. ഇതാണ് നമുക്ക് കൺസിസ്റ്റൻസി ഒന്ന് ശരിയാക്കാൻ വേണ്ടി ആഡ് ചെയ്യുന്നത്. നന്നായി ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് ഈ സൂപ്പിലേക്ക് ഈ മിക്സ്ചർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ കൺസിസ്റ്റൻസി ഒക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മുടെ ഉപ്പും കുരുമുളക് പൊടിയും ജസ്റ്റ് ഒന്ന് നോക്കുക. എരിവ് കുറവുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പും അതേപോലെ തന്നെ. നമ്മുടെ സൂപ്പ് നന്നായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒരു സെർവിങ് ബൗളിലേക്ക് പകർത്താം. നമ്മുടെ സ്വാദിഷ്ടമായ ചിക്കൻ സൂപ്പ് റെഡി. നമുക്ക് എന്തെങ്കിലും ഫങ്ഷൻസ് ഒക്കെ വരുമ്പോൾ ഒരു സ്റ്റാർട്ടറായിട്ട് കൊടുക്കാവുന്ന നല്ലൊരു ചിക്കൻ സൂപ്പാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്തത്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക്സ് ഞങ്ങളെ അറിയിക്കണം. ഞങ്ങളുടെ കുക്കിംഗ് ചാനലിൽ സപ്പോർട്ട് ചെയ്യണം. ഞങ്ങളുടെ കുക്കിംഗ് ചാനലിനെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം. How is the soup, Edu? Super!